മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിൽ കോടികളുടെ നിക്ഷേപമെത്തിയെന്നുള്ള ആരോപണം സർക്കാരിനെയും CPM-നെയും ഒരുപോലെ വെട്ടിലാക്കി. SNC ലാവലിനും PWCയും കോടികൾ എക്സാലോജിക്കിന് നൽകിയത് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് CPM ഉള്ളത്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ മുൻപ് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ തെളിയുന്നത്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും ഇരട്ടിപ്രഹരമായി പുതിയ അന്വേഷണം എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് വിദേശത്തെ അക്കൗണ്ട് വഴി കോടികൾ കൈപ്പറ്റിയെന്ന ആരോപണം സർക്കാരിനെ മാത്രമല്ല CPM-നെയും പിടിച്ചുകുലുക്കി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിണറായി വിജയൻ പ്രതിക്കൂട്ടിലായ SNC ലാവലിൻ കേസിലെ കമ്പനി പണം നൽകിയതാണ് CPM-നെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. കേരളത്തിൽ നടപ്പാക്കിയ K-ഫോൺ മുതൽ AI ക്യാമറ വരെയുള്ള പദ്ധതികളിലെ ക്രമക്കേടിൽ വിവാദത്തിലായ കമ്പനിയാണ് PWC. സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഉയർന്ന തസ്തികയിൽ നിയമിച്ചതും ഇതേ കമ്പനിയിലാണ്. അതുകൊണ്ട് തന്നെ PWC എന്തിന് പണം നൽകിയെന്നതും വിശദീകരിക്കേണ്ടി വരും. CMRലിന് വേണ്ടി കരിമണൽ ഖനനത്തിനുള്ള ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയെന്ന നേരത്തെ തെളിഞ്ഞിരുന്നു. ഇതിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയെന്ന ആരോപണത്തിന് ശക്തി പകരുന്ന തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത്. ഇതേ രീതിയിൽ പരിശോധിച്ചാൽ വിദേശത്ത് നടന്ന ഓരോ ഇടപാടുകളും ദുരൂഹമാകുന്നുണ്ട്. SNC ലാവലിനും PWCയും ഒക്കെ കേരളത്തിലെത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന തെളിവുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിദേശ അക്കൗണ്ടുകൾ പരിശോധിച്ച് നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുക പിണറായിക്ക് എളുപ്പമാകില്ല. മാത്രമല്ല ഇനിയും അണികളോട് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയാൻ കഴിയില്ലെന്ന CPM നേതൃത്വത്തിനും നന്നായി അറിയാം. മാത്രമല്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശ നിക്ഷേപമുണ്ടെന്ന സ്വപ്നയുടെ മുൻ വെളിപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ തെളിയുന്നത്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.